സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞു പാഠഭേദമാണ്. നാട്ടിലാണ് കേട്ടോ. നമ്മുടെ കുടുംബത്തിലെ ഒരു വിവാഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നാട്ടിൽ വന്നതാണ്. കല്യാണ വീടായതുകൊണ്ട് അല്പം സൗണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ആസാദിയുടെ പ്രേക്ഷകരെ മടക്കാൻ പറ്റത്തില്ലല്ലോ. നാട്ടിൽ വന്നപ്പം കണ്ട ഒരു വഴിയോര കാഴ്ചയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ഈ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പിടിക്കാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൽ നിന്നപ്പോൾ ഞാനുമുണ്ട്, സാൻഡിയുമുണ്ട്, ഡോണാമോളുമുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരു കന്യാസ്ത്രീ നടന്നു വരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വലിയ ഒരു സന്തോഷം ഒരു കന്യാസ്ത്രീയെ കണ്ടപ്പോൾ. കാരണം എനിക്കൊത്തിരി റെസ്പെക്റ്റാണ് ഈ കന്യാസ്ത്രീകളോട്. അവരുടെ ജീവിതം യേശുവിന് വേണ്ടി അവർ സമർപ്പിച്ച് ഒരു വലിയ സാക്രിഫിഷ്യൽ ലൈഫ് നയിക്കുന്നവരാണല്ലോ. ഉപദേശപരമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരവരുടെ ജീവിതം, അവരുടെ നല്ല പ്രായം, അങ്ങനെ ഒരു കോസിന് വേണ്ടി, പ്രത്യേകിച്ചും യേശുവിനെ പ്രതി, യേശുവിനെ മണവാളനായി കണ്ടുകൊണ്ട് എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് അവരത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക റെസ്പെക്റ്റും ഒരു സന്തോഷമൊക്കെ ഉണ്ട്. കന്യാസ്ത്രീ അമ്മ അങ്ങ് ദൂരെ നിന്ന് നടന്നു വരുമ്പോൾ തന്നെ ഞാൻ അവരെ ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത് ആഭരണം ഒന്നും നമ്മളെപ്പോലെ അവരും ഇടുകയില്ലല്ലോ. ഞങ്ങൾക്ക് അടുത്തെത്തിയപ്പോൾ ഈ കന്യാസ്ത്രീ അമ്മ ഞങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു. പ്രത്യേകിച്ചും ഞാനും സാൻഡിയും മോളും കൂടെ ഒന്നിച്ച് നിൽക്കുന്നു. സാൻഡിക്കും മോക്കും ആഭരണമൊന്നുമില്ല. ഈ അമ്മ ഞങ്ങളെ നോക്കുക മാത്രമല്ല, എൻ്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വന്നു. തിരിച്ചൊരു പ്രതികരണമെന്ന നിലയിൽ കന്യാസ്ത്രീ അമ്മയും ഞങ്ങളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഞാനപ്പോൾ അമ്മ അങ്ങോട്ട് ക്രോസ് ചെയ്ത് മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ സാൻഡിയോട് പറഞ്ഞു, ഈ കന്യാസ്ത്രീ അമ്മ നമ്മളെ കണ്ടപ്പോൾ ആ മുഖത്തൊരു സന്തോഷം ഉണ്ടായില്ല, നമുക്കുണ്ടായതുപോലെ തന്നെ. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഈ ആഭരണത്തിൻ്റെ വിഷയം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ നമ്മൾ ഈ ആഭരണം ഇടാത്തവരൊക്കെ ആകുമ്പോൾ ഈ കന്യാസ്ത്രീ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി ഞങ്ങൾ ഒരു പെന്തക്കോസ്തുകാരാണെന്നുള്ളത്. അതുകൊണ്ടാകാം ഞങ്ങളെ ഒന്ന് നോക്കിയതും അല്ലെങ്കിൽ മുഖത്ത് ഒരു പുഞ്ചിരി വന്നതും. അവരെപ്പോലെ തന്നെ സമർപ്പിത ജീവിതമാണല്ലോ നമ്മളും നയിക്കുന്നത്. ഈ പറഞ്ഞ ലോകത്തിൻ്റെ സുഖങ്ങൾ, ആഡംബരങ്ങൾ ഒക്കെ ഉപേക്ഷിക്കണം എന്നൊരു ഡോക്ടറിനല്ലേ ഈ പെന്തക്കോസ്തുകാരായ നമ്മളും പഠിപ്പിക്കുന്നത്. മനോഹരമാകുന്ന ഒരു വഴിയോര കാഴ്ച, ഹൃദയത്തിൽ തണുപ്പ് തന്ന ഒരു കാഴ്ച ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. അതോടൊപ്പം ഇതിനോട് ചേർന്ന് ഈ വിഷയം ഇങ്ങനെ പറയാൻ കാരണമായി തീർന്ന ഒരു കാര്യം കൂടി പറയണം. ഇന്നലെ വൈകിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നേരത്തെ തന്നെ പിന്നീട് കാണാൻ വേണ്ടി സേവ് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ കണ്ടു. അത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ TJ ശ്യാമൽ സാറിൻ്റെ വീഡിയോ ആണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആഭരണ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ വീഡിയോ. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഞാൻ പലപ്പോഴും പറയുന്ന ഒത്തിരി കാര്യങ്ങൾ സാറ് പറയുന്നത് കേട്ടപ്പോൾ അത് എൻ്റെ വിശ്വാസ അടിസ്ഥാനങ്ങളെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുന്ന ഒരറിവായിട്ട് എനിക്ക് പിന്നെയും കൈമാറി കിട്ടുകയായിരുന്നു. അങ്ങനെ സാർ ആ വീഡിയോയിൽ ആഭരണ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ് കന്യാസ്ത്രീകളെക്കുറിച്ച്, അതായത് കന്യാസ്ത്രീകൾ ആഭരണമൊക്കെ ഉപേക്ഷിച്ച് നയിക്കുന്ന സമർപ്പിത ജീവിതത്തെക്കുറിച്ച്. അങ്ങനൊരു ജീവിതം നയിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ബഹുമാനത്തെക്കുറിച്ച്, അംഗീകാരത്തെക്കുറിച്ച്. TJ ശ്യാമൽ സാർ അടുത്ത സെൻറ്റൻസിൽ പറഞ്ഞു, നമ്മൾ പെന്തക്കോസ്തുകാരായ ആളുകൾ ഈ ആഭരണം ഉപേക്ഷിക്കുമ്പോൾ പലപ്പോഴും അത് ഒരു നിന്ദയ്ക്ക് അല്ലെങ്കിൽ അപമാനത്തിന് കാരണമായി തീരുന്നെങ്കിൽ, അതൊരു മോശം കാര്യമാണെന്ന് ആളുകൾ ചിന്തിക്കുന്നെങ്കിൽ, നേരെ തിരിച്ച് കാതലിക് നൺസ് അവർ ആഭരണം ഉപേക്ഷിക്കുമ്പോൾ അവരുടെ ജീവിതം സമർപ്പിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു റെസ്പെക്റ്റ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം, TJ ശ്യാമൽ സാറിൻ്റെ ചോദ്യം, എന്തിനാണ് പിന്നെ നമ്മളിതിനെ ഒരു അപമാനമായി കാണുന്നത്? അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഉച്ചയ്ക്ക് ചിന്തിച്ചതും ശ്യാമൽ സാറിൻ്റെ വീഡിയോയിൽ നിന്ന് വൈകിട്ട് കേട്ടതും ഒന്നായതുകൊണ്ട് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവെക്കാമെന്ന്. ഇവിടെ പ്രധാനമായും ഒരു സമർപ്പണത്തിൻ്റെയും താഴ്മയുടെയും
ഒരു ലക്ഷണമാണ്. ഉദാഹരണത്തിന് കത്തോലിക്ക സഭയിൽ മറ്റ് ഇതര സഭകളിലെ പോലെ ആളുകൾ ആഭരണം ധരിക്കുന്നു. അതൊരു സാധാരണ കാര്യമാണ്. പക്ഷേ കത്തോലിക്ക കുടുംബങ്ങളിലെ അനേകം സ്ത്രീകൾ ക്രിസ്തീയ സേവനത്തിന് വേണ്ടി തങ്ങളെ തന്നെ വേർതിരിച്ച് കന്യാസ്ത്രീകളായി പുറത്തു വന്നു. ധനമുള്ള വീട്ടിൽ നിന്ന് ആഭരണം ധരിച്ചിരുന്ന ആളുകൾ കന്യാസ്ത്രീകളായി വേർതിരിക്കപ്പെടുമ്പോൾ അതിനുശേഷം അവർ ആഭരണം ധരിക്കാറില്ല. എന്താണ് അവർ ആഭരണം ധരിക്കാത്തതിൻ്റെ കാരണമായി പറഞ്ഞിരിക്കുന്നത് എന്നറിയാമോ? ക്രിസ്തീയ സേവനത്തിന് വേണ്ടിയുള്ള അവരുടെ സമർപ്പണത്തിൻ്റെയും അവരുടെ ആ എളിമയുള്ള ജീവിതത്തിൻ്റെയും ഭാഗമാണത്. കൂടാതെ അവ ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവ ക്രിസ്തുവിൻ്റെ കാന്തയാണ്. അതുകൊണ്ട് ആഭരണം ധരിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ സഭയുടെ വിശദീകരണം. അപ്പൊ തങ്ങളെ തന്നെ അലങ്കരിച്ച് മോടിയായി നടക്കാനുള്ള അവരുടെ ആഗ്രഹം അത് മായയായി കരുതി അതില്ലാതെയുള്ളൊരു ജീവിതത്തിന് വേണ്ടി അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഈ കന്യാസ്ത്രീകളെ മാനം കുറഞ്ഞവരായി കത്തോലിക്ക സഭ കാണുന്നോ? ഏതെങ്കിലും ക്രിസ്തീയ സമൂഹമോ ലോകമോ കാണുന്നോ? അവർ ആഭരണമില്ലാത്തത് എന്തു കുറച്ചിലായിട്ടാണ് ലോകം കാണുന്നത് എന്ന് നിങ്ങൾ നോക്കുക. അവർക്ക് സമൂഹത്തിൽ മാന്യമായ സ്ഥാനമല്ലേ ഉള്ളത്? കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്ന് പെന്തക്കോസ്ത് സഭയിൽ വന്ന് ആഭരണം ഉപേക്ഷിച്ചവർ തങ്ങളുടെ വീട്ടുകാരാൽ പുച്ഛിക്കപ്പെടുമ്പോൾ അവരോട് പറയാനുള്ള മറുപടിയായി തന്നെ ഞാൻ പല കുടുംബങ്ങളോടും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണിത്. അവരുടെ വീട്ടിലെ കന്യാസ്ത്രീക്ക് ആഭരണം ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് മാനമാണെങ്കിൽ ഈ പറയുന്ന പെന്തക്കോസ്തുകാർ തങ്ങൾ ക്രിസ്തുവിൻ്റെ കാന്തയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണെന്നും യേശുക്രിസ്തുവിൻ്റെ കന്യയാണ് എന്നും അഭിമാനിക്കുന്നവർക്ക് ആ കത്തോലിക്കർ ഇറങ്ങിത്തിരിച്ച കന്യാസ്ത്രീകൾക്കുള്ള ഈ ആത്മീക ബോധം ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നുവോ എന്ന് ചിന്തിക്കേണ്ടതാണ്. കൂടാതെ ഇന്നത്തെ കാലത്ത് ബ്രഹ്മകുമാരികൾ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. സ്ത്രീകളുടെ ഒരു സംഘമാണത്. ഇന്ത്യ രാജ്യത്ത് വളരെ വ്യാപകമാണ്. ചില ദേശത്ത് ധാരാളം ബ്രഹ്മകുമാരികളുണ്ട്, പ്രത്യേകിച്ച് ഗുജറാത്തിലും മറ്റും. അല്ല, കേരളത്തിലും ഇന്ന് ബ്രഹ്മകുമാരികളുണ്ട് എന്നറിയാമോ? അവരെ വളരെ വ്യാപകമായി കാണാം. TPM സഭയിലെ മദർമാരെ പോലെ നല്ല വെള്ള സാരി ഉടുത്ത് ശരീരം മുഴുവൻ മറയത്തക്ക ബ്ലൗസ് ധരിച്ച് അത് കൈയുടെ റിസ്റ്റ് വരെ നീണ്ടു കിടക്കുന്ന ബ്ലൗസുകൾ, ആഭരണം ധരിക്കാതെ രാജ്യത്ത് സഞ്ചരിക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ പെന്തക്കോസ്തുകാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി സുവിശേഷ പ്രവർത്തനം ചെയ്ത് ആളുകളെ വിശ്വാസത്തിലേക്കും ദൈവകൃപയിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.